ഹായ് ഗൈസ്, എൻ്റെ ഒരു പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സർവ്വസാധാരണമായി കണ്ടുവരുന്ന റംബുട്ടാനെ കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ ഷോർട്ട് വ്ലോഗ്. റംബുട്ടാൻ എന്ന ഫലത്തിൻ്റെ ജന്മദേശം മലായ് ദ്വീപ സമൂഹങ്ങളാണ്. ഈ ഫലത്തിന് രോമനിവിടം എന്ന അർത്ഥം വരുന്ന റംബുട്ട് എന്ന മലായ് വാക്കിൽ നിന്നാണ് റംബുട്ടാൻ എന്ന പേര് ലഭിച്ചത്. ഈ പഴങ്ങളിലെ രാജകുമാരി എന്നും ദേവതകളുടെ ഭക്ഷണം എന്നും വിശേഷിക്കപ്പെടാറുണ്ട്. റംബുട്ടാൻ വലിയ തോതിൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കൃഷി ചെയ്തു പോരുന്നുണ്ട്. നിരവധി വെറൈറ്റി റംബുട്ടാനുകളുണ്ട്. മഞ്ഞ, ചുവപ്പ് തുടങ്ങിയ നിറങ്ങളിൽ റംബുട്ടാൻ നമുക്കിപ്പോൾ കാണാൻ സാധിക്കും. റംബുട്ടാൻ പഴുത്തു കഴിഞ്ഞാൽ നല്ല ചുവപ്പായിരിക്കും. റംബുട്ടാന് രോമ നിബിഡമായിരിക്കും റംബുട്ടാൻ ഫലം. പുളിയും മധുരവും കലർന്ന ഒരു പ്രത്യേക രുചിയാണ് റംബുട്ടാൻ്റെ ഒരു പ്രത്യേകത. റംബുട്ടാൻ്റെ തൈകൾ നമ്മുടെ നാട്ടിലുള്ള നഴ്സറികളിൽ ഉണ്ട്. അതുമല്ലെങ്കിൽ റംബുട്ടാൻ്റെ കായ നട്ട് നമുക്ക് റംബുട്ടാൻ്റെ തൈകൾ ഉൽപ്പാദിക്കാം. ഡിസംബർ മുതൽ ഫെബ്രുവരി ഉള്ള കാലത്താണ് സാധാരണയായി റംബുട്ടാൻ പൂവിടുന്നത്. പൂവിടുന്ന സമയങ്ങളിൽ വളപ്രയോഗവും ജലസേചനവും പാടില്ല. മെയ് ജൂലൈ മാസത്തോടു കൂടിയാണ് റംബുട്ടാൻ്റെ വിളവെടുപ്പ് കാലം വരുന്നത്. റംബുട്ടാൻ്റെ ഫലങ്ങൾ ചുവപ്പ് നിറത്തിലും മഞ്ഞ നിറത്തിലും കടും ചുവപ്പ് നിറത്തിലും ആണ് പൊതുവെ കാണപ്പെടാറുള്ളത്. റംബുട്ടാനെക്കുറിച്ചുള്ള എൻ്റെ ഈ ഷോർട്ട് വ്ലോഗ് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.